Good afternoon, all. Good afternoon, teacher. Good afternoon, ma'am. Good afternoon. Okay. Okay, let's start. So, who is going to sing prayer and say the word of the day? യാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമായെന്റെ കാതിലിയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങൾ ആകെയും ജന്മ ബന്ധുവായിടണേ, ജാതിഭേദങ്ങൾ എന്ന ശാപമോ ദൂരമറിയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. Thank you, Ad. Okay, next word of the day. If you want to make your dreams come true, the first things to do is to wake up. നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഉണരുക എന്നതാണ്. സൈനിങ് പ്രജിത. Yeah. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പ്രപ്പോസിഷൻ ആണ് കണ്ടെത്തിയത് അല്ലെ? പ്രപ്പോസിഷൻ നമ്മൾ എത്ര കഴിഞ്ഞു അറിയോ? ഏതൊക്കെ പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തു? അറ്റും ഓൺ. അറ്റും ഓണും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇനി നോക്കാം. പ്രപ്പോസിഷൻ in. Okay. Yeah, preposition in നോക്കാം കേട്ടോ. എഴുതിക്കോളൂ. ഹെഡിങ് എഴുതാം. in. in നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്ലേസ് പറയാനും കൺട്രീസ്, വില്ലേജസ്, സിറ്റീസ് ഒക്കെ പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ് ഇതൊക്കെ പറയുന്ന തൊട്ടുമുന്നിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. ഓക്കെ, ദെൻ സീസൺ. ഓരോ സീസൺ പറയുന്നത് സമ്മർ, വിന്റർ, ഓട്ടം ഇതൊക്കെ സീസൺ ആണ് അല്ലെ? അപ്പൊ സീസൺ പറയുന്നതിന് മുൻപിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് പോയിന്റ് ഈസ് സീസൺ. Seasons. The third point, month. Month, weeks, the year. അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാ യൂസ് ചെയ്യുക. Month, weeks, year. മാം ഒന്നുകൂടി പറയോ ഫസ്റ്റ് മുതൽ? ഫസ്റ്റ് പോയിന്റ് കൺട്രി, വില്ലേജ്, സിറ്റീസ്. ഓക്കെ, പ്ലേസ്. ഏത് പ്ലേസ് പറയുമ്പോൾ നമ്മൾ ഇന്നാണ് പറയുന്നത്. ഇനി സീസൺ, ഓരോ സീസൺസ്, അതായത് സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? വിന്റർ, ഓട്ടം, സമ്മർ ഇതൊക്കെ പറയുന്നതാണ് സീസൺ അല്ലെ? അപ്പോ സീസൺ. ദെൻ മന്ത്, ഇയർ, വീക്ക്. മന്തും ഇയറും വീക്കും പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്,
ഇത് പറയുമ്പോൾ നമ്മൾ ഇന്ന യൂസ് ചെയ്യും. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. പിന്നെ സ്മോൾ വെഹിക്കിൾ, നമ്മൾ ലാർജ് വെഹിക്കിൾ പറഞ്ഞു, സ്മോൾ വെഹിക്കിൾ. സ്മോൾ വെഹിക്കിളിന്റെ കൂടെ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ വെഹിക്കിൾ. യൂണിറ്റ് 10 ആണ് കേട്ടോ. 10 യൂണിറ്റ് 10 preposition. Okay, small vehicle. Then ഒരു enclosed space. Enclosed space എന്നല്ല, enclosed space. അതായത് ഒരു ചെറിയൊരു ഒതുങ്ങിയ ഒരു സ്ഥലം എന്ന് പറയാം നമുക്ക്. Enclosed space. Enclosed space. Okay. Is it finished? Yes, ma'am. Okay. അപ്പൊ ഓരോ പോയിന്റ് ആ പോയിന്റ് ഏതൊക്കെയാണോ ഒന്ന് പറഞ്ഞേക്കാമല്ലോ. Country, living, villages, cities, season, month, year, week, morning, afternoon, evening, small vehicle, enclosed space. Yeah. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് ഇത് ശ്രദ്ധിച്ചിരിക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, എന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഈ പ്ലേസ് പറയുമ്പോ നമ്മളിപ്പോ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കില്ലേ, ഞാൻ താമസിക്കുന്നത് ഇന്ന സ്ഥലത്താണ് എന്ന് പറയും അല്ലെ. ഇതെങ്ങനെയാ പറയാം? ഐ ലിവ് ഇൻ എറണാകുളം, അല്ലെങ്കിൽ ഐ ലിവ് ഇൻ എറണാകുളത്ത് ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ പേര് പറയാം. ട്രിവാൻഡ്രം ആണെങ്കിൽ അവിടുത്തെ ഒരു പ്ലേസ് ഉണ്ടാവും, ആ പ്ലേസ് പറയാം. അപ്പൊ പ്ലേസ് പറയാൻ വേണ്ടി നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷേ നമ്മൾ കറക്റ്റ് എവിടെയാണ്, എക്സാക്ട്ലി എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ പറയുന്നത്, ആ സ്ഥലം പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? at. അപ്പൊ അറ്റും ഇന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. കറക്റ്റ് പ്ലേസ് പറയാൻ ഉപയോഗിക്കുന്നത് അറ്റും, നമ്മൾ ഏത് സ്ഥലത്താണോ ഉള്ളത് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഇന്നുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ പ്ലേസ് ഇന്നെങ്ങനെയാണ്, പ്ലേസിൽ ഇന്നെങ്ങനെയാണ്, അറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? നിങ്ങൾ എപ്പോ നിൽക്കുന്നത് ചിലപ്പോ വീട്ടിലാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലാകാം, അല്ലെങ്കിൽ എവിടെ ഇൻഡസ്ട്രിയിലാകാം, എനിവ. ഓക്കെ, അപ്പൊ എക്സാക്ട് പ്ലേസ് പറയുന്നത് നമ്മൾ അറ്റും, ഇനി നിങ്ങൾ എവിടെയാണ്, ഇപ്പൊ നിങ്ങൾ എപ്പോ എവിടെയാണ്, ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും പറയും. കറക്റ്റ് പ്ലേസ് അറിയണമെന്നില്ല, സ്ഥലത്തിന്റെ പേരാണ് അല്ലെ. അപ്പോ ആ ഒരു സ്ഥലം പറയും, ആ സ്ഥലം പറയുമ്പോൾ ഇൻ ആണ് പറയുന്നത്. Now I'm in any whatever any place. Okay, അങ്ങനെ പറയും. അപ്പോ ഞാനാണെങ്കിൽ I'm in എറണാകുളം എന്ന് പറയും. പക്ഷെ കറക്റ്റ് എവിടെയാണ് ചെയ്യുന്നത്? Now I'm at ഈ കറക്റ്റ് പ്ലേസ് പറയും. I'm at the സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ I'm at സ്മാർട്ട് സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. കറക്റ്റ് എവിടെയാണ് എന്ന് പറയണേ അങ്ങനെ പറയും. മനസ്സിലായോ? അപ്പോ ഇതാണ് പ്ലേസില് ഇന്നും മറ്റും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയപ്പോ? Clear, ma'am. ഇതാണ് റെസ്പോൺസ് കുറവാണല്ലോ. ക്ലിയർ ആണ്. ഓക്കെ, ഇത് പഠിക്കുന്നത് ഒരിക്കലും മറക്കരുത്. ഇനി അങ്ങോട്ട് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണിത്. നിങ്ങള് ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ചെറിയ ടോപ്പിക് അല്ലേ, ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന, നിങ്ങളതല്ല ഏതൊരാളും വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ പ്രിപ്പോസിഷൻസ് ഒക്കെയാണ്. പ്രിപ്പോസിഷൻസ് മാറിപ്പോകും, ഓക്സിലറീസ് മാറിപ്പോകും. ഇതൊക്കെ മാറും തോറും സെന്റൻസില് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയും. ഗ്രാമർ മിസ്റ്റേക്കിൽ പെടുന്നതൊക്കെയാണ് ഈ പ്രിപ്പോസിഷനൊക്കെ. ഓക്കെ, അപ്പോ ചെറിയ കാര്യമായിട്ട് കാണണ്ട.
നന്നായിട്ട് പഠിക്കേണ്ടതാണ്. എന്നാലേ ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പ്രപ്പോസിഷൻ എന്തായാലും വേണ്ടി വരും. ഓക്കെ, പ്രപ്പോസിഷൻ, ഓക്സിലറി, സബ്ജക്ട്, വെർബ് ഇതൊന്നും ഇല്ലാതെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, അപ്പോ എല്ലാം നന്നായിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിലും ഓരോ പ്രപ്പോസിഷൻ വെച്ചെടുക്കുന്നത്. ഇത് ഒറ്റയടിക്ക് പറയാനുള്ളൂ, മനസ്സിലായോ? ഇന്നോണായിട്ട് ഞാൻ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവണം, ഒരിക്കലും ഇത് മറക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ പ്രപ്പോസിഷനും വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ക്ലാസ്സിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ 3 ക്ലാസ് കൊണ്ടിട്ടാണ് ഈ ഇൻ, ഓൺ, അറ്റ് എന്ന് പറയുന്ന 3 പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ആയത്. ഓക്കെ, അപ്പൊ കുറച്ച് സ്ലോ ആണെങ്കിലും നമുക്കിത് മനസ്സിലാവണം, കറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ എപ്പോഴും പ്ലേസ് പറയുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ആണ് ഈ അറ്റാണോ ഇന്നാണോ എന്നുള്ള കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ ഇതോടുകൂടി ക്ലിയർ ആണ്. കാരണം പ്രപ്പോസിഷനിലേക്ക് ഇമ്പോർട്ടന്റ് ആയ പ്രപ്പോസിഷൻസ് ആണ് ഈ പറയുന്ന ഇൻ, ഓൺ, അറ്റ്. എപ്പോഴും ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്സ് വരുന്നത് ഈ പ്രപ്പോസിഷൻ. അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രപ്പോസിഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോ പ്ലേസിന്റെ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയി. ഇനി സീസൺ. സീസൺ ഒക്കെ സിമ്പിൾ അല്ലേ? ഏത് സീസൺ വന്നാലും നമുക്ക് ഇൻ യൂസ് ചെയ്യും. ഓക്കെ, സമ്മർ, ഇൻ സമ്മർ, ഇൻ വിന്റർ. ഓക്കെ, അപ്പോ സീസണിന് മുന്നിൽ എപ്പോഴും ഇന്നാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മന്ത്. മന്ത് തന്നെയാണ് ഇയറും ആൻഡ് വീക്കും നമ്മൾ ഇൻ വെച്ചിട്ട് പറയാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഞാൻ ജനിച്ചത് ഇന്ന മാസമാണ് എന്ന് പറയും. അതെങ്ങനെയാ പറയാ? ഞാൻ ജനിച്ചത് ഡിസംബറിലാണ്, ഡിസംബറിലായിരുന്നു എന്നൊക്കെ പറയും. എങ്ങനെയാ പറയാ? I was born in July. ജൂലൈ. അപ്പൊ ഇൻ വന്നു, ജൂലൈയുടെ മുന്നിൽ ഇന്നാണ് വന്നത്. ഓക്കെ, അപ്പോ പിന്നെ ഇയർ ആണെങ്കിലോ ഞാൻ ഈ വർഷത്തിലാണ് ജനിച്ചത്, ഞാൻ ഈ വർഷമാണ് ജനിച്ചിരുന്നത്. എങ്ങനെയാ പറയാ? I am born in the July. In the okay. I was born in ഇയർ ആണെങ്കിൽ I was born in 1995 ഓ അങ്ങനെ പറയില്ലേ? I was born in 1990 അങ്ങനെ പറയാം. അപ്പൊ ഇയർ അല്ലേ വരാ. അപ്പൊ ഇൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യും. ഇൻ ലാസ്റ്റ് വീക്ക് അങ്ങനെ പറയാ? ഈ ലാസ്റ്റ് വീക്കോ? ഇൻ ലാസ്റ്റ് വീക്ക് അങ്ങനെ പറയാം. In the last week. In the last week. Okay. ഇനി മോർണിംഗ് പറയും. മോർണിംഗ് അത് അറിയാലോ. I wake up in the morning, early morning. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ, ഈവനിങ്. ഓക്കെ, ക്ലിയർ ആണോ? അത് സിമ്പിൾ അല്ലേ? In the evening, in the morning, in the afternoon. ഓക്കെ, ഇനി പിന്നെന്താണ്? സ്മോൾ വെഹിക്കിൾ പറഞ്ഞു. കാറ് പറയുന്ന കാറ് അങ്ങനത്തെ എല്ലാം സ്മോൾ വെഹിക്കിൾ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ പറയാ? I'm in the car, we are in the car. ഓക്കെ, അത് ആ സമയത്ത് ബസ് ആണെങ്കിലോ? On bus. On the bus. I came by bus. ആ ബൈ വ്യത്യാസം കേട്ടോ. ബൈ അവിടെ യൂസ് ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ല, കറക്റ്റ് ആണ്. പക്ഷെ ബൈ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബൈ യൂസ് ചെയ്യാം. ഓക്കെ, ബസ് ട്രാവൽ അല്ലെങ്കിൽ ഐ ആം ട്രാവലിംഗ് ബൈ ബസ് എന്ന് പറയാം. കാർ അവിടെയൊക്കെ പറയാം. ട്രാവൽ എന്നൊരു വാക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബൈ യൂസ് ചെയ്യാം. കാരണം നമ്മൾ യാത്ര ചെയ്ത് വരുന്നത് ഇന്ന വെഹിക്കിളിലാണ് എന്നറിയാൻ ബൈ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ കാറിലാണെന്ന് പറയില്ലേ? ഞാനിപ്പോ കാറിലാണ്, ഞാനിപ്പോ പോകുന്ന കാറിലാണ്, എങ്ങനെയാ പറയാ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ കാറിലാണ് എന്നൊരു സെന്റൻസ് വരുമ്പോൾ ആം ഇൻ ദ കാർ എന്ന് പറയും. ഒരിക്കലും അവിടെ ആം ഓൺ ദ കാർ എന്ന് പറയില്ല, ആം ബൈ ദ കാർ എന്ന് പറയില്ല. മനസ്സിലായോ? അവിടെ പറയുന്നത് ആം ഇൻ ദ കാർ, ഐ ആം ഇൻ ദ കാർ. ഞാൻ കാറിലാണ്, ആം ഇൻ ദ കാർ. ഓക്കെ, ഞാൻ ബസ്സിലാണ്, ആം ഓൺ ദ ബസ്, ആം ഓൺ ദ ട്രെയിൻ. ഓക്കെ, പിന്നെ ആം ഓൺ ദ ബൈസൈക്കിൾ. അപ്പൊ ഇങ്ങനെയാണ് ഓൺ
ബൈ സോറി ഇന്നും യൂസ് ചെയ്യേണ്ടത് സ്മോൾ ബേസിൽ. ദെൻ പറഞ്ഞത് എൻക്ലോസ്ഡ് സ്പേസ് ആണ്. എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ഒതുങ്ങിയ സ്ഥലം. അതെന്തുവാകും? നമ്മുടെ പോക്കറ്റ് ആവാം. പോക്കറ്റ് ഉണ്ടല്ലോ, എന്താണ് എന്റെ പേര് പോക്കറ്റിലാണ്. മൈ പെൻ ഈസ് ഇൻ മൈ പോക്കറ്റ്. ഇൻ മൈ പോക്കറ്റിലാണ്, എന്റെ പോക്കറ്റിലാണ്. അപ്പൊ എൻക്ലോസ്ഡ് സ്പേസിൽ അങ്ങനെ ആ ഒരു ചെറിയൊരു ക്ലോസ്ഡ് ആയ ഒരു പ്ലേസിനെയാണ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻ ആണ്. ഇപ്പൊ ഫ്രിഡ്ജ് ആണെങ്കിലോ, apples are in the fridge. ഓക്കെ, ആപ്പിൾസ് എവിടെയാണ്? ഇൻ ദ ഫ്രിഡ്ജിലാണ്. ഓക്കെ, ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻക്ലോസ്ഡ് സ്പേസ് വരാം. ഓക്കെ ആണോ? ഐ എം സിറ്റിംഗ് ഇൻ ദ കാർ. കറക്റ്റ് ആണ്, ഐ എം സിറ്റിംഗ് ഇൻ ദ കാർ. ഞാൻ കാറിലായിരിക്കുന്നത് അല്ലെ. ഐ എം സിറ്റിംഗ് ഇൻ ദ കാർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾസ് വരാം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? യെസ്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇനിയിപ്പോ സ്ഥലമാണെങ്കിൽ ഹീസ് ഇൻ ഫ്രാൻസ് അല്ലെങ്കിൽ ഹീസ് ഇൻ ഡൽഹി, ഹീസ് ഇൻ ദുബായ്. ഓക്കെ, പെർട്ടിക്കുലർ ഒരു എക്സാക്ട് പ്ലേസ് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെന്താണ് ഒരു എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്? He lives in America. Yeah, he is in America. We wear woolen clothes in summer season. Yeah. Next. Examples He came in his car. അങ്ങനെ പറഞ്ഞ ശരിയല്ലേ? ഈ കെയും അവന്റെ കാറിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഇൻ ഹിസ് കാർ എന്ന് പറയാൻ പറ്റില്ലേ? He came here in his car. He came here in his car. ഇവിടെ ബൈയാണ് വരാം. അവൻ വരുന്നത് അവന്റെ കാറിലാണ് എന്നാണ്. ഓക്കെ, ഹിസ് കാർ എന്ന് പറയുന്നതുകൊണ്ട് അവിടെ അഡ്ജക്റ്റീവ് വന്നിട്ട് ഇന്നല്ലേ വരുള്ളൂ മാം? അങ്ങനെയല്ലേ? ബൈ കാർ എന്നാണോ പറയുന്നത്? അവന്റെ കാറിലാണ് വരുന്നത് അല്ലെ? ഇൻ ഹിസ് കാർ എന്ന് പറയാൻ പറ്റില്ലേ? ഇൻ ഹിസ് കാർ എന്ന് പറയുമ്പോൾ എന്താ വരാ? അവൻ അവന്റെ വണ്ടിയിലാണ് വന്നത്. അവൻ ഇവിടെ വന്നു അവന്റെ വണ്ടിയിലാണ് വന്നത്. നമുക്ക് അവിടെ ഇന്നും യൂസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബൈയും യൂസ് ചെയ്യാം. കാരണം ബൈ എന്ന് പറയുമ്പോ അവിടെ ട്രാവൽ ചെയ്ത് വന്നു എന്നൊരു മീനിങ് ആണ്. മനസ്സിലായോ? ഓക്കെ മാം. I wake up in the morning. Yeah, I wake up in the morning. My cousin's wedding is in January. My cousin's wedding is in January. Yeah. The milk is in the fridge. Yeah, in the fridge. Now I am in London. Yeah. ഇവിടെ ബർത്ത്ഡേ പറഞ്ഞല്ലോ. My birthday is in July. അവിടെ മിസ്റ്റേക്ക് ഇല്ലേ? മിസ്റ്റേക്ക് ഉണ്ടോ അവിടെ? My birthday is in July, June. മിസ്റ്റേക്ക് ഉണ്ടോ? My birthday is on July എന്നല്ലേ പറയണ? On July 5th. ബർത്ത്ഡേ വരുമ്പോ ഓണല്ലേ? ഓണാണ് കേട്ടോ. ബർത്ത്ഡേ വരുമ്പോ ഓണാണ്. അവിടെ മന്ത് ഉണ്ടെങ്കിലും അവിടെ ഓണാണ് വരാം. My birthday is 25th July. On 25th July അങ്ങനെ അല്ലേ? ഓൺ 25th June ജൂലൈ പറയാം. അല്ലെങ്കിൽ അങ്ങനെയും പറയാം. ഡേറ്റ് വരുമ്പോ കറക്റ്റ് പക്ക ഡേറ്റ് വരുമ്പോ ഓൺ 25th എന്ന് പറയാം.
ഓക്കെ, നമ്മളൊരു ബർത്ത്ഡേ പറയുമ്പോ നമ്മുടെ ഒന്നില്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഡേറ്റ് അല്ലേ പറയാ, അല്ലേ? അതെ. Then the fish is in the water. The water. Fish is in the water. Yeah. I'm born in 2000. Yeah, correct. He was born and raised in Palakkad. Yeah, Palakkad. Anu came on the train. ഇവിടെ നിങ്ങൾ came on the train എന്ന് പറയുമ്പോഴും came in the car എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ഇല്ല. അവിടെയും നമുക്ക് ബൈ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ came by the train എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും, കാറിലാണ് വന്നത്. രണ്ടും സെയിം മീനിങ് ആണ് വരാം. അവിടെ പ്രപ്പോസിഷൻ നമുക്ക് ബൈയും ഓണും യൂസ് ചെയ്യാം, ഇന്നും യൂസ് ചെയ്യാം. came വന്നു, ട്രാവൽ ചെയ്ത് വരിക എന്നാണ്, അല്ലെ? ഇപ്പോ അനു ട്രാവൽഡ് ബൈ ട്രെയിൻ, അവർ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ബൈ യൂസ് ചെയ്യാം. വന്നു എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ ബൈ യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അവിടെ ഓണം മിസ്റ്റേക്ക് അല്ല, ഓണം യൂസ് ചെയ്യാം. ഓക്കെ, ഇന്നും യൂസ് ചെയ്യാം, ഓണം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ട്രെയിൻ ഓണാണ്, കാറാണെങ്കിൽ ഇൻ യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിന്റർ. Flowers bloom in spring. Yeah. We are used umbrella in winter season. Huh? Then this is now winter season നമ്മൾ umbrella use ചെയ്യാറുണ്ടോ? Okay. I am stuck in place എന്ന് പറയോ? I am stuck in the narrow place. I'm stuck in stuck ആണോ? അതെ, stuck. Yeah, I'm stuck in narrow place. ഞാൻ stuck narrow place stuck ചെയ്തിരിക്കുകയാണ്. Yeah, in narrow place. It's always cold in winter. Yeah. At Rameshwaram. At Rameshwaram, തമിഴ്നാടോ? അത്തോ? Rameshwaram തമിഴ്നാട്. He is swimming in the river. അങ്ങനെ പറയണോ? Yeah. He is swimming in the river. അറ്റ് രാമേശ്വരം, അപ്പൊ തമിഴ്നാട്ടിലെ ഒരു ചെറിയ സ്ഥലമല്ലേ രാമേശ്വരം, അങ്ങനെ അപ്പൊ അറ്റ് ഉപയോഗിക്കാൻ പറ്റില്ലേ? അറ്റ് രാമേശ്വരം in തമിഴ്നാട്. തമിഴ്നാട് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് വലുതാണ്, അതിനകത്ത് ഒരു ചെറിയ പ്ലേസ് രാമേശ്വരം, അങ്ങനെ പറയാൻ പറ്റില്ലേ? രാമേശ്വരം പ്ലേസ് ആണ്. ഓക്കെ, ആ പ്ലേസിൽ നമ്മൾ എവിടെയായിരിക്കും നിൽക്കുക? കറക്റ്റ് രാമേശ്വരത്തായിരിക്കും. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു വില്ലേജ്, അങ്ങനെ പറയാ. അങ്ങനെ ചോദിച്ചാല് കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ചിലപ്പോ ഹൗസിലോ പാർക്കിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അറ്റ് ദ പാർക്കെന്നോ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വരും. നമ്മള് കറക്റ്റ് നമ്മൾ പറയാതെ ഞാൻ രാമേശ്വരത്താണ്, അങ്ങനെ പറയുന്നവർക്ക് തമിഴ്നാടാണ്, അല്ലെ? രാമേശ്വരം മീൻസ് തമിഴ്നാട്, അത് കറക്റ്റ്. ഓക്കെ മാം. അല്ലെങ്കിൽ രാമേശ്വരം മീൻസ് തമിഴ്നാട്. മിസ്, അപ്പൊ APJ Abdul Kalam is born at Rameshwaram in Tamil Nadu എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. ആ സെന്റൻസ് അങ്ങനെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രാമേശ്വരം ഇൻ തമിഴ്നാട് എന്ന് പറയുമ്പോൾ കറക്റ്റാണ്. ഞാനിപ്പോ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് നിൽക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ പറയാം. Leaves change color in autumn. Leaves change color in autumn. Leaves change color in autumn എന്ന് പറയുന്ന സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഉദ്ദേശം കറക്റ്റ് ആണ്. ഓട്ടമിന് മുന്നിൽ ഇന്നുണ്ട്. Hello, 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 good morning. October. We have meetings in the afternoon. I am working in the every morning എന്ന് പറയില്ല കേട്ടോ. In the every morning പറയില്ല, in every morning. ഇതാ അവിടെ ആവശ്യം. He returned in. My brother was born in.
ഓക്കെ. അംബർല യൂസ് ചെയ്യുന്ന വിന്ററിലാണോ ആണോ? റെയിനി സീസൺ അല്ലേ അവിടെ വേണ്ടേ? റെയിനി സീസൺ. He will be there at 5 p.m. Yeah, he will come on next Monday. Yeah. Okay. അപ്പോ in, on, at ഇത് മൂന്നും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ? എല്ലാവർക്കും അറിയാം. We are going to Munnar in summer vacation. Okay. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാലോ ഇൻ എവിടെയാണ്, ഓൺ എവിടെയാണ്, അറ്റ് എവിടെയാണ്. ഓരോരുത്തരും ഇപ്പൊ നമ്മുടെ 3 പ്രിപ്പോസിഷൻ കഴിയും. ഓക്കെ. അപ്പൊ ഓരോരുത്തരും പറയാം എവിടേക്കാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഓക്കെ കറക്റ്റ് ആയിട്ട് പറയാം. ആരാ പറയാ? ആരും പറയുന്നില്ല? ഇന്നിന്റെ എന്ത് പറയാനാ പറഞ്ഞേ? ഇൻ, ഓൺ, ആറ്റ് ഇത് 3 പ്രപ്പോസിഷനും നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ഓക്കെ. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. ആരും പറയുന്നില്ല. അപ്പൊ മനസ്സിലായിട്ടില്ല ഒന്നും? പറയൂ. ഒന്നും മനസ്സിലായിട്ടില്ല? കഴിഞ്ഞ ആഴ്ചത്തെ നോട്ട് എന്റെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് അറിയാവുന്നതല്ലാതെ ജസ്റ്റ് പറഞ്ഞാൽ മതിയോ? നോട്ട് എഴുതിയിട്ടില്ല. ഓക്കെ, നോട്ട് കഴിഞ്ഞില്ല. പക്ഷെ അതല്ല എനിക്ക് വേണ്ടത്. നിങ്ങൾ പഠിച്ച കാര്യം നോക്കി പറയണ്ട. എനിക്ക് നോക്കി പറയലല്ല വേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്നത്. കാരണം നമ്മള് ഒരിക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും അറിഞ്ഞിരിക്കണം. നോട്ട്ബുക്കിന്റെ സഹായമില്ലാതെ നിങ്ങൾ പറയണം. അതിന് വേണ്ടിയാണ് ഞാൻ ഓരോരുത്തർക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. എപ്പോഴും നമ്മൾ നോക്കിയല്ലേ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ഞാൻ ബുക്കിൽ നോക്കട്ടെ. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണത്. ഓക്കെ. അപ്പോ മാം ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് ഒരു ബേസിക് പോലെ പറഞ്ഞോട്ടെ. അറ്റ്, ഓൺ, ഇൻ ഞാൻ ക്ലാസ് എടുത്ത പോലെ പറയണമെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ഇപ്പോ ഞാൻ പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ ടീച്ചറാണ് എന്നൊരു കാര്യം ഞാൻ പറയാറുണ്ട്. ഇടക്കിടക്ക് ഞാൻ എല്ലാ ക്ലാസ്സിലും വന്ന് ഓർമ്മിപ്പിക്കും. ഓക്കെ. അപ്പൊ ആ രീതിയിലൊന്ന് മാക്സിമം നിങ്ങൾ ആ രീതിയിലൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യാം. അതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. മാം അറ്റെന്ന് ഓർക്കുമ്പോ തന്നെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ടൈമിന്റെ മുമ്പിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് അറ്റ്. അറ്റ് മൊമെന്റ്, അറ്റ് ദ എൻഡ്. ഇപ്പൊ പ്രത്യേകിച്ച് ടൈം എന്ന് പറയുമ്പോൾ അറ്റ് 12 PM, അറ്റ് 9 AM അങ്ങനെയാണ് അറ്റ് യൂസ് ചെയ്യണം എനിക്ക് മനസ്സിലായത്. അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ് അങ്ങനെ ടൈമിന്റെ മുമ്പിൽ യൂസ് ചെയ്യണതാണ് അറ്റ്. പിന്നെ പറയുന്നത് അറ്റ് യൂസ് ചെയ്യണത് വേറെ കുറെ സ്ഥലങ്ങളുടെ മുമ്പിലൊക്കെ യൂസ് ചെയ്യും. സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ് ഹോം, അറ്റ് ഹോസ്പിറ്റൽ, അറ്റ് ഓഫീസ്, അങ്ങനെ അറ്റ് റെസ്റ്റോറൻറ്റ്, അറ്റ് സ്കൂൾ, അറ്റ് ലൈബ്രറി അങ്ങനെയൊക്കെ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ മാം അറ്റിനെ കുറിച്ച് പറയാനുള്ളത്. മൈൻഡിൽ ഓർമ്മ വരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഓണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നത് മീഡിയന്റെ മുമ്പിലൊക്കെ ഓൺ യൂസ് ചെയ്യുന്ന മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ്, റേഡിയോ, TV, ടെലിവിഷൻ അങ്ങനെയുള്ളത്. പിന്നെ ഓൺ എന്ന് പറയുമ്പം മുകളിൽ നിന്നൊരു മീനിങ്. നമ്മൾ ഫോർ എക്സാമ്പിൾ പ്ലേറ്റിന്റെ മുകളിൽ കേക്ക് അല്ലെങ്കിൽ ടേബിളിന്റെ മുകളിൽ പ്ലേറ്റ് ഇരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഓൺ ദ പ്ലേറ്റ്, ഓൺ ദ ടേബിൾ, അപ്പോൾ ഓൺ ദ വാൾ, അങ്ങനെ ഓൺ ദ ബ്ലാക്ക് ബോർഡ് അങ്ങനെ യൂസ് ചെയ്യും. പിന്നെ ബിഗ് വെഹിക്കിൾ, ലാർജ് വെഹിക്കിളിന്റെ മുമ്പിൽ ഓൺ യൂസ് ചെയ്യുന്ന പറയുന്നത് ഓൺ ബസ്, ഓൺ ട്രെയിൻ, ഓൺ ബൈസൈക്കിൾ അങ്ങനെ. മാം ഇത്രയും മാം ഓണിനെ കുറിച്ച് അറിയുള്ളത്.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻ. നെക്സ്റ്റ് ഇൻ ഇപ്പൊ പറഞ്ഞത് മന്ത്, ഇയർ, ആഫ്റ്റർനൂൺ, ഈവനിങ്, മോർണിംഗ്, പിന്നെ എസ്പെഷ്യലി സ്മോൾ വെഹിക്കിൾസ് അതിനൊക്കെ ഇപ്പൊ കാറ്, ഇൻ ദ കാർ, അങ്ങനെയൊക്കെ കൺട്രി, വില്ലേജ്, സിറ്റീസ് ഇതൊക്കെയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. സീസൺസ് ഓക്കെ, ഇൻ സമ്മർ, ഇൻ വിന്റർ, ഇൻ മന്ത്, ഇയർ. ഓക്കെ. മാം കേൾക്കുന്നില്ലേ? നെറ്റ്വർക്ക് പ്രോബ്ലം. എന്തോ? ആ മാം ഇത്രയും മാം എനിക്കറിയുന്നുള്ളൂ. Yeah, okay, okay, fine. Any who's next? ഞാൻ പറയാം. ഓക്കെ മിസ്സേ, എനിക്ക് മനസ്സിലായത് പറയാവേ. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 പ്രിപ്പോസിഷൻ മെയിനായിട്ട് പഠിച്ചത് അറ്റ്, ഇന്ന്, ഓണ്. അതായത് ഒരു പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസിലുള്ള വേർഡ് അല്ലെങ്കിൽ വാക്കുകളെ തമ്മിലുള്ള റിലേഷനെ കാണിക്കാനായിട്ട് ആണ് നമ്മൾ മെയിനായിട്ട് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചത് ടൈം, അറ്റ് ഏതൊക്കെ സമയത്ത് യൂസ് ചെയ്യുന്ന ടൈമിനെ കാണിക്കാനായിട്ട് അറ്റ് ഉപയോഗിക്കും. ഹി വിൽ ബി ദെയർ അറ്റ് 5 o'clock. പിന്നെ ഏജിനെ കാണിക്കാനായിട്ട് അറ്റ് ഉപയോഗിക്കും. പിന്നെ കറക്റ്റ് പ്ലേസിനെ കാണിക്കാനായിട്ടും അറ്റ് ഉപയോഗിക്കും. പിന്നെ അതുപോലെ ഇന്നാണെങ്കിൽ മിസ് എന്ന് പറഞ്ഞ പോലെ കൺട്രീസിന് മുമ്പിൽ ഉപയോഗിക്കുന്നു, ലാർജ് കൺട്രീസിന് മുന്നിൽ. പിന്നെ വില്ലേജ്, സിറ്റീസ്. ഇപ്പൊ ലാർജ് കൺട്രീസിന് മുന്നിൽ ഇന്നും അതിനകത്തെ ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ അതിന് മുമ്പിൽ അറ്റും ഉപയോഗിക്കും. പിന്നെ സീസൺസിന്റെ മുമ്പിൽ ഇന്നാണ്. പിന്നെ മന്ത്, ഡേറ്റ്, ഇയർ ഇതിന്റെ എല്ലാം മുന്നിൽ ഇന്നാണ് വരുന്നത്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് അതിൻ്റെയൊക്കെ മുന്നിൽ ഇന്നാണ് വരുന്നത്. പിന്നെ സ്മോൾ വെഹിക്കിൾസിന്റെ എല്ലാം മുമ്പിൽ ഇൻ വരും. പിന്നെ എൻക്ലോസ്ഡ് സ്പേസ് ആണെങ്കിൽ ഒരു ചെറിയ ഒതുങ്ങിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഇൻ ഉപയോഗിക്കും. എന്നാൽ കറക്റ്റ് പ്ലേസിനെ നമ്മൾ എപ്പോഴും അറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരാളുടെ എന്തെങ്കിലും ഒരു ഗുണത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ എനിക്ക് ഓർമ്മയിൽ വരുന്ന കേട്ടോ മിസ് പറയുന്നത്, ജിത്തു ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഒരു എന്തെങ്കിലും ഒരു ക്വാളിറ്റി അല്ലേ അത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഓൺ ഉപയോഗിക്കുന്നത് ഡേ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ മിസ്സേ. ഓക്കെ, ഇതിപ്പോ പറഞ്ഞു ലാർജ് കൺട്രി എന്ന് പറഞ്ഞു, അതിൽ സ്മോൾ കൺട്രി പറയൂ, പ്ലേസ് പറയുമ്പോ അറ്റ്, അതെന്താ ഉദ്ദേശിച്ചത്? എന്താ മിസ് ചോദിച്ചാൽ ഒന്നാണ് പറയാമോ? ലാർജ് കൺട്രി എന്ന് കൺട്രീസിന്റെ മുന്നില്, ലാർജ് എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാ. കൺട്രീസിന്റെ മുന്നില് വില്ലേജ്, സിറ്റി എന്നല്ലേ മിസ് പറഞ്ഞേ? അതിന് മുന്നിൽ എനിക്ക് ക്ലിയർ ആവുന്നില്ല മാം, കേൾക്കുന്നില്ല. ലാർജ് കൺട്രി എന്നാണ് മാം പറയുന്നത്? ഇല്ല, ഇല്ല, കൺട്രി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, പറഞ്ഞപ്പോ അങ്ങനെയാ. സോറി മാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ആരാണ് എക്സാമ്പിൾ പറഞ്ഞു, രാമേശ്വരത്താണ്, തമിഴ്നാട്ടില് രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നൗ ഐ ആം അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാട് എന്ന് പറയും. ഇനിയിപ്പോ രാമേശ്വരത്ത് എവിടെയാണെങ്കിൽ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോ എന്താണ്, നൗ ഐ ആം അറ്റ് ടെമ്പിൾ, എന്താണ് ടെമ്പിൾ ഇൻ രാമേശ്വരം, രാമേശ്വരത്തെ ഒരു ടെമ്പിളിലാണ് ഞാനിപ്പോ ഉള്ളത്, അങ്ങനെ പറയും. മനസ്സിലായോ? അപ്പൊ അറ്റ് എങ്ങനെയാ വരാന്ന് മനസ്സിലായല്ലോ. നമ്മൾ കറക്റ്റ് എവിടെയാണോ പറയുന്നത് അവിടെ അറ്റ് യൂസ് ചെയ്യുന്നത്. അതിപ്പോ എന്തുവാകാം, തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ആ സ്ഥലം പറയാം. ഇപ്പൊ ആ സ്ഥലത്ത് നമ്മൾ എവിടെയാണെങ്കിൽ ആ സ്ഥലം ആ കറക്റ്റ് ആ ഒരു ഇത് പറയുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ എവിടെയാണ്, പോസ്റ്റ് ഓഫീസിലാണ്, പോസ്റ്റ് ഓഫീസ് ഇൻ രാമേശ്വരം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു. അപ്പൊ അറ്റ് എപ്പോഴും പറയേണ്ടത് നമ്മൾ എക്സാക്ട്ലി എവിടെയാണോ അതായിരിക്കണം. അതുപോലെ സാധാരണ എന്തുവാക്കാം, പക്ഷെ എക്സാക്ട്ലി എവിടെയായിരിക്കണം അത് പറയാനാണ് അത് അറ്റ് യൂസ് ചെയ്യുക.
ഇന്നെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ സ്ഥലം പറയുമ്പോൾ അവിടെ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് ആരാ പറയാം? ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആരാ പറയാ? ഹൂസ് നെക്സ്റ്റ്? സന ഫൈസി, tell me. പറയൂ. അറ്റ് യൂസ് ചെയ്യാ, നമ്മൾ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലത്താണ് അറ്റ് യൂസ് ചെയ്യുക. അറ്റ് 10 AM അല്ലെങ്കിൽ പിന്നെ നൈറ്റ് ഓർ മിഡ് നൈറ്റ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, അവിടെയൊക്കെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അറ്റ് ദ എൻഡ്, പിന്നെ ഒരു എക്സാക്ട് ലൊക്കേഷൻ, അവിടെയൊക്കെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. പിന്നെ ഹോളിഡേ, ഒരു പീരീഡ് ഓഫ് ഹോളിഡേസിന്റെ മുമ്പിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അറ്റ് ദ ന്യൂ ഇയർ, അറ്റ് റംസാൻ, അങ്ങനെ ഒരു പീരീഡ് ഓഫ് ഹോളിഡേസിന്റെ മുമ്പിലും നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ഓൺ യൂസ് ചെയ്യണത് ഡേയ്സ്, ഡേറ്റ്, ബർത്ത്ഡേ, പിന്നെ ലാർജ് വെഹിക്കിൾസ്, പിന്നെ മീഡിയ, അങ്ങനത്തെ മുമ്പിലൊക്കെയാണ് ഓൺ യൂസ് ചെയ്യുക. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, അങ്ങനെയൊക്കെ ഓൺ, അതൊക്കെ ഡേയ്സ് അല്ലേ. പിന്നെ എന്താ, നമ്മള് ലാർജ് വെഹിക്കിൾസ്, ബസ്, ഓൺ ദ ബസ്, അങ്ങനെ വലിയ വെഹിക്കിൾസിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ ഓണാ യൂസ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അങ്ങനെ മീഡിയ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിന് മുമ്പിൽ ഓൺ യൂസ് ചെയ്യണം. പിന്നെ ബർത്ത്ഡേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഓൺ യൂസ് ചെയ്യണം. ടുഡേയ്സ് മൈ ബർത്ത്ഡേ ഓൺ July 1st, അങ്ങനെ പറയുമ്പോൾ ഓണാ യൂസ് ചെയ്യേണ്ടത്. അവിടെ മന്തും ഇയറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ ഓണാ യൂസ് ചെയ്യേണ്ടത്. കാരണം ബർത്ത്ഡേ പറയാണ്. ആ ഒരു എന്താണ് അവിടെ സെന്റൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണോ പറയണത് നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് ആവുമ്പോ കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, സീസൺസ്, മന്ത്, ഇയർ, വീക്ക്, അങ്ങനെ അതിന്റെ ഒക്കെ മുമ്പിൽ ഇന്ന യൂസ് ചെയ്യാം. പിന്നെ സ്മോൾ വെഹിക്കിൾസ്, ഇപ്പൊ കാർ, അങ്ങനെ ചെറിയ വാഹനങ്ങളാണെങ്കിലും ഇൻ യൂസ് ചെയ്യും. ഇപ്പോ ഐ വേക്കപ്പ് ഇൻ ദ മോർണിംഗ്, അപ്പൊ ഒരു നമ്മള് മോർണിംഗും ആഫ്റ്റർനൂണും ഈവനിങ്ങും പറയുകയാണെങ്കിൽ ഇന്ന യൂസ് ചെയ്യാം. പിന്നെ കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, കൺട്രീസ് പറയുമ്പോൾ ലണ്ടൻ, അങ്ങനെ വലിയ വലിയ കൺട്രീസിന്റെ മുമ്പിലും ഇന്ന യൂസ് ചെയ്യണം. ചെറിയ വില്ലേജുകളാണെങ്കിലും നമ്മൾ ഇന്ന യൂസ് ചെയ്യാം. പിന്നെ ഇയർ, വീക്ക്, മന്ത്, ഇതിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യണം. പിന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നാരോ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ചെറിയ ഏരിയയിൽ കുടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇന്ന് യൂസ് ചെയ്യണം. ഐ എം സ്റ്റക്ക് ഇൻ നാരോ സ്പേസ്, അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇന്നിന് ഉള്ളിൽ എന്നൊരു മീനിങ് ഉണ്ട്, മനസ്സിലായോ? ഉള്ളിൽ ആ ഒരു മീനിങ് വരും. അതിൽ ഇൽ എന്നൊരു മീനിങ് വരും. ഇന്നിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, ഇനി ഞാനാ പറയുന്നുണ്ട്. അപ്പൊ അരികെ എന്നുള്ള ഒരു മീനിങ് കൂടെ അല്ലേ? എന്തോ അറ്റിന് അരികെ എന്നുള്ള അച്ഛന് അരികെ എന്നൊരു മീനിങ് ഉണ്ട്. ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ ആൻസർ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞല്ലേ, നോട്ട്ബുക്കിൽ. അപ്പൊ ആ നോട്ട്ബുക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ ആണ് വേണ്ടത്, ഇൻ യുവർ നോട്ട്ബുക്ക്. ആ സമയം ഒരു പേപ്പറിലാണ് ഞാൻ എഴുതാൻ പറയുന്നെങ്കിൽ നമ്മൾ എന്താ പറയാ? നമ്മളൊരു പേപ്പറിൽ എഴുതാൻ പറയാണ്. ഓൺ ദ പേപ്പറാണ്. ഓൺ ദ പേപ്പറാണ്. ഓക്കെ, write down the answers on the paper. മനസ്സിലായോ? അപ്പൊ ഇന്നെങ്ങനെ യൂസ് ചെയ്യണ്ടേ? ബുക്കിൽ എഴുതൂ. പേപ്പർ ആണെങ്കിൽ നിങ്ങൾ പേപ്പറിന്റെ മുകളിൽ എഴുതൂ എന്നാ പറയാ, അല്ലെ? പേപ്പറിൽ എഴുതൂ എന്ന് പറയുമ്പോൾ ഇൻ ദ പേപ്പർ എന്ന് ഒരിക്കലും പറയുന്നിട്ടോ, ഓൺ ദ പേപ്പർ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് ഓൺ ഇന്നൊക്കെ ചെറിയ ചെറിയൊരു വ്യത്യാസമാണ്. പക്ഷെ മീനിങ് മാറിപ്പോ, അത് ഗ്രാമർ മിസ്റ്റേക്കുകൾ വരും. ഓക്കെ, നമ്മള് കാറിലാണെങ്കിൽ
കാറൊന്നും ബസ്സിലാണെങ്കിൽ ഓൺ ദി ബസ് എന്നാ പറയണ്ടേ ടീച്ചർ? അതെ, അങ്ങനെയാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും വരുന്ന മിസ്റ്റേക്ക് ആണ് ഞാൻ ബസ്സിലാണ്, ആം ഇൻ ദ ബസ് എന്ന് പറയും അല്ലെ. ആം ഇൻ ദ ബസ് എന്ന് പറയും. എങ്ങനെയാണ് ആം ഇൻ ദ ബസ് എന്ന് പറയുമ്പോൾ എന്താണ് മിസ്റ്റേക്ക് ആണോ? എല്ലാവരും ചിന്തിച്ചതല്ലേ ആണോ? I am on the bus. I am on the bus. ഇനി അങ്ങനെ തെറ്റിക്കരുത്. ഒരിക്കലും ആം ഇൻ ദ ബസ് എന്ന് പറയരുത്. ആം ഓൺ ദ ബസ് ആണ്, ഞാൻ ബസ്സിലാണ്, ബസ്സിനുള്ളിലാണ് എന്നല്ല അവിടെ ഒരു മീനിങ് വരാം. ഞാൻ ബസ്സിലാണ്. ബസ് എന്ന് പറയുന്ന ഒരു വെഹിക്കിളിന് മുന്നിൽ എപ്പോഴും ഓൺ ആയിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തി എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ആം ഇൻ ദ ബസ്, ഞാൻ ബസ്സിലാണ്, ആം ഇൻ ദ ബസ്, അല്ലെ ആം ഇൻ ദ ട്രെയിൻ, ഒരിക്കലും പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമുക്ക് പോലെ ഇത് മനസ്സിലാവില്ല. ഇപ്പൊ പഠിക്കുമ്പോഴാണ് അത് അറിയണം, ഓക്കെ ഇങ്ങനെയാണ്, ഇന്ന കാരണം കൊണ്ടാണ് അവിടെ ഓൺ വന്നത് എന്ന് ഇപ്പൊ പഠിച്ചപ്പോഴാണ് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടാവും. അല്ലാതെ നമ്മൾ പറയാണ് ബസ്സിന് മുന്നേ ഓൺ ആണ്ട് വരാം എന്ന് പറയാം. അയ്യോ എന്തുകൊണ്ടാണ് അങ്ങനെ ഓൺ വന്നേ? ക്വസ്റ്റ്യൻ വരും അല്ലെ, അറിയില്ല. എന്ത് കാര്യങ്ങളും നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനിയിപ്പോ ആര് അങ്ങനെ യൂസ് ചെയ്താലും പറയാ ഇന്നല്ല അവിടെ യൂസ് ചെയ്യുന്നത്, ഓണാണ്. ദ ബുക്ക് ഈസ് ഇൻ ദ ലൈബ്രറി. ഈ ബുക്ക് ലൈബ്രറിയിലെ ബുക്ക് ഉള്ളത് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോ മിസ്റ്റേക്ക് അതൊക്കെയാണ്. കാർ എന്ന് പറയുമ്പോൾ ഇന്ന്, ബസ് എന്ന് പറയുമ്പോൾ ഓൺ, സൈക്കിൾ എന്ന് പറയുമ്പോൾ ഓൺ ആണ് വരാം. ട്രാവൽ ആണെങ്കിലോ ആ ട്രാവലിംഗ് ഓൺ ദ ബസ് എന്ന് പറയില്ല കേട്ടോ. ആൻഡ് ട്രാവലിംഗ് ഓൺ ദ ബസ് മിസ്റ്റേക്ക് ആണ്. ആൻഡ് ട്രാവലിംഗ് ബൈ ദ ബസ് എന്ന് പറയും. ഓക്കെ, അത് ബൈ ഞാൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ബൈ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ്. ഓക്കെ, അപ്പോ ഇൻ ഓൺ ആയി ഇത് മൂന്നും ക്ലിയർ ആണല്ലോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കി. നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ, റൈറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞാലും മതി, ഞാൻ എഴുതിയെടുക്കണമെന്നുണ്ടോ? ജസ്റ്റ് ആൻസർ പറഞ്ഞാലും മതിയോ? അങ്ങനെ വേണ്ട, എഴുതിയെടുക്കും. I have an appointment. I have an appointment. I have an appointment. Dash Wednesday afternoon. Dash Wednesday afternoon. I have an appointment. Dash Wednesday afternoon. I have an appointment. Dash Wednesday afternoon. Okay, first question ആണ്. The second question. We are dash the lift. We are dash the lift dash the moment. We are dash the lift dash the moment. Next, there is nothing dash my hands. There is nothing dash my hands. ഞാൻ ടെക്സ്റ്റ് ചെയ്തേ ഇങ്ങനെ നോക്കി എഴുതാം. Where will you be dash at your birthday this year?
We go to London dash the summer. What do you do dash weekday afternoon? Do you always eat lunch dash noon? A girl was passing the building dash the moment. My father is not dash home. Home. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, എഴുതിയെടുക്കാം. ഒന്ന് ആൻസർ ചെയ്ത് പറഞ്ഞു തന്നിട്ട്. മാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറയാം. First question. I have an appointment. I have an appointment dashed dash Wednesday afternoon. Yeah, next is Sunday. I have an appointment dash Wednesday afternoon. കഴിഞ്ഞോ? കഴിഞ്ഞോ? ആൻസർ പറയാമോ? First question. I have an appointment dash Wednesday afternoon. On Wednesday afternoon. Yeah, on Wednesday afternoon. Correct ആണ്. On ആണ് അങ്ങനെ. Next, we are dash the lift dash the moment. in the lift at the In the moment. lift at the moment. At the moment. Are in the lift at the moment. Okay. There is nothing. Dash my hand. In my hand. In my hand.
Yeah, there is nothing in my hands. Where will you be dash your birthday this year? On your birthday. Yeah, on your birthday this year. On ആണ്. We go to London dash the summer. In the summer. Summer. Yeah, in the summer. What do you do dash weekday afternoon? On weekday. On weekend. What do you do on weekday afternoon? Do you always eat lunch? In At noon. noon. In ഞാൻ ഇന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് കൺഫ്യൂഷൻ? അറ്റല്ല മിസ്, അറ്റല്ലേ മാം? അറ്റനൂന്നല്ലേ? അറ്റാട്ടോ. Do you always eat lunch at noon? എന്നാ പറയാ. Okay, miss. And God was passing the building? At the moment. At the moment. My father is not? At home. At home. Okay, അപ്പൊ നമ്മുടെ പ്രൊപ്പോസിഷൻസ് എന്നാണ് കംപ്ലീറ്റ് ആയി. In on it ക്ലിയർ ആണ്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടോ? യെസ് മാം. വേണം. Okay. അപ്പൊ ഓണൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വരാം. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. വേറെ അടുത്ത പ്രൊപ്പോസിഷൻ പഠിക്കാം. നെക്സ്റ്റ് ഇനി അടുത്തത് പ്രൊപ്പോസിഷൻ ഡ്യൂറിങ്, ബൈ, ഫോർ, സിൻസ്, ബിറ്റ്വീൻ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കാം. ഈ പ്രൊപ്പോസിഷൻ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷമാണ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻ നിങ്ങളുടെ ടെക്സ്റ്റില് ഇൻ പ്ലേസ് പറഞ്ഞിട്ടുണ്ട്. Used that reference in just general and non-specific place is named. Today there is no restaurant in town. കണ്ടോ, കറക്റ്റ്. ആ ടൗൺ, വില്ലേജ് എവിടേക്കാണ് ഇൻ വരാം. ഓക്കെ, used before the countries-ന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ റെസിഡൻസ്, ഹൗസ്, ഓക്കെ, കോട്ടേജ്, ബംഗ്ലാവ്, ഇതിനൊക്കെ മുൻപിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. Then road, streets യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഓണോ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, then building, yeah, bank എന്നൊക്കെ പറയുമ്പോൾ ഫാക്ടറി, ഓഫീസ്, ഇൻ ആൻ ഓഫീസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇൻ വെച്ചിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് പറയുമ്പോൾ നമ്മൾ ഇനി യൂസ് ചെയ്യും. അപ്പൊ ടെക്സ്റ്റും കൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇന്നോണാക്കി വെച്ചിട്ട് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.